നിങ്ങൾ വിചാരിച്ചു മന്ത്രിക്കൽ നിസ്സാരാണ്? പരമാവധി ഒഴിഞ്ഞു മാറും. ഞാൻ ഏറ്റവും ഒഴിഞ്ഞു മാറി മന്ത്രിക്കില്ല. കാരണം മന്ത്രിക്കാൻ ചില പ്രശ്നമാണ്. റിട്ടേൺ ഉറപ്പല്ലേ? കാരണം മന്ത്രം എന്ന് പറഞ്ഞാൽ അതങ്ങോട്ട് ഒരു തീച്ചുവലയാണ്, പ്രത്യേകിച്ച് ഫാത്തിഹ. അപ്പം ആ സാധനം അവിടെ നിങ്ങൾ പൊന്തും, ഷോക്കടിക്കും. എനിക്ക് എന്നോട് രഹസ്യം പറഞ്ഞു തരുന്ന, ഞാനുമായി ബന്ധപ്പെട്ട എനിക്ക് രഹസ്യങ്ങൾ, എൻ്റെ ജീവിതത്തുമായി ബന്ധപ്പെട്ട പല രഹസ്യങ്ങളിലും എന്നെ സഹായിച്ചിട്ടുള്ള പല മഹത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരമാവധി മന്ത്രിക്കരുത് കേട്ടോ, പരമാവധി ഒഴിഞ്ഞു മാറിക്കൊണ്ടോ, പരമാവധി. തൊട്ടിട്ടില്ലെങ്കിലും നമ്മളിപ്പോൾ തൊട്ടില്ലെങ്കിലും ഇപ്പം ധാരം പറയാം, തീജിനെ പറ്റി തൊടാതെ വെള്ളം പോലെയാണെങ്കിലും ആ സാധനം, ആ വെള്ളം കണ്ട് എത്തിനോടുകൂടെ അതിനൊരു പുക കണ്ടും എൻ്റെ മൂക്ക് കയറുമല്ലോ. തൊടാതിരിക്കൽ തന്നെയാണ് വേണ്ടത്. ഞാനിത് ചെയ്യാതിരിക്കാൻ പറയല്ല, പക്ഷെ നിസ്സാരപ്പെട്ട കാര്യമല്ല. മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും അപകടകരമായ കാര്യമാണ്. നിങ്ങളെന്താ വിചാരിച്ച നിസ്സാരം? എത്ര നൂറുകണക്കിന് സംഭവമുണ്ട്. ചികിത്സിക്കാൻ പാടില്ല. ചികിത്സിച്ചാൽ അയാൾക്ക് അതിന് ഫലം ഉണ്ടാവും, അയാൾ കുടുംബത്തിനുണ്ടാവും. അയാൾ മരിച്ചാലും കുടുംബം പ്രയാസത്തിലാവും. ഇവിടെ വരാറുണ്ട് ഇടക്കിടക്ക്, മാപ്പര് ചികിത്സായിരുന്നു, വീട്ടിൽ സുഖമില്ല, എൻ്റെ മറ്റൊരുണ്ടാവും, മറ്റൊരു ഇയാൾ തീ കൊണ്ട് കളിച്ച ഇതുണ്ടാവും അവരെ. അപ്പം ഇയാൾ മരിച്ചുപോയി, മറ്റൊരു വിടൂല. ചീത്തമാർ അത്ര പെട്ടെന്ന് മരിക്കില്ല. അങ്ങനെ തന്നെ അവരാക്രമിക്കും, ചീത്തമാരാക്രമിക്കും. ഞാൻ മന്ത്രിക്കാതിരിക്കാൻ വേണ്ടി പറയില്ല. മന്ത്രിക്കൽ ഒരു നിസ്സാരപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കണ്ട. നിങ്ങളൊരാളെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ട് നിങ്ങളെ ദീനം മാറണ ഒരു മന്ത്രം മന്ത്രിപ്പിച്ചെന്ന് സങ്കല്പിക്കുന്ന മാറുകയും ചെയ്യും. മന്ത്രിക്കേണ്ടതുപോലെ മന്ത്രിച്ചാൽ പരിഹാരം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം കൂടി അയാളോട്, അയാൾക്ക് നിങ്ങൾ 50,000 രൂപ കെട്ടുകൊടുത്തെന്ന് സങ്കല്പിക്കും. നിങ്ങൾക്കും നിർപ്പതിയായി, അയാൾക്കും നിർപ്പതിയായി. 50,000 രൂപ കെട്ടുകൊടുത്തുന്ന അതാണ്. ഇപ്പോൾ കൊടുക്കൂല, ഞാൻ കൊടുക്കാം. എൻ്റെ പരമാവധി മന്ത്രിച്ച് കഴിഞ്ഞപ്പോൾ 50,000 രൂപ കെട്ടാൻ കൊടുത്താൽ അയാൾക്ക് നിങ്ങൾ കൊടുത്ത ഉപകാരം 4 ദിവസം കൊണ്ട് തീരും. എന്നാൽ അയാളുടെ ശല്യം മരണം വരെ തീരൂല. പിന്നത്തെ ഏർപ്പാടായി നടക്കണമല്ലോ, ഒരു കഷ്ടമല്ല. അതുകൊണ്ട് അതിന് ദീനോട്ട് മാറൂല. മനസ്സിലായില്ല? ഇതൊക്കെ ഒരു ഏർപ്പാട് അങ്ങനെ നടക്കണമല്ലോ. ഒരു ഏർപ്പാട് അങ്ങനെ ആയിരിക്കും. ഒരു പണിയില്ലാത്തതുകൊണ്ട് മന്ത്രിക്കാൻ കുത്തിരുന്നു, അങ്ങനെ ഉണ്ടാവുമല്ലോ. ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് മൂപ്പര് മന്ത്രിക്കാൻ കുത്തിരുന്നത്. അങ്ങനെ രാത്രി വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് 2 തെണ്ടികൾ കൂടിയിരുന്നിട്ട്, ഭിക്ഷക്കാർ 2 ആൾ കൂടിയിരുന്നിട്ട് പൈസ എണ്ണുന്ന നേരത്തെ പൈസ എണ്ണി കഴിഞ്ഞപ്പോൾ ഒരുത്ത മറ്റൊരാൾ പറഞ്ഞു, ഈ പണി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ തെണ്ടിപ്പോയി. ഈ പണി കിട്ടില്ലെങ്കിൽ നമ്മൾ തെണ്ടിന്ന് പറഞ്ഞു. എന്താ പണി? തെണ്ടില് പോലെ പണിയായി. നമ്മളെ കഥ കഴിഞ്ഞ് നമ്മൾ തെണ്ടിപ്പോയി ഈ പണിയിട്ടില്ലെങ്കിൽ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിന് ഏർപ്പാട് നിൽക്കണവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദീനോട്ട് മാറൂല, എൻ്റെ പൈസ പോയി കിട്ടും ചെയ്യും. അതേ സമയത്ത് അതിന് ഇജാസത്തൊക്കെ വാങ്ങി അതിൻ്റെ വൃത്തിയിൽ ആദാബ് റിയാളകളൊക്കെ വീട്ടിയിരിക്കുന്നവർക്കിന് ഫലം ഉണ്ടാവും. പക്ഷെ അയാൾക്ക് വളരെ പ്രയാസമുണ്ടാവും. അയാൾക്ക് നിങ്ങൾ 50,000 രൂപ കൊടുത്താൽ പോലും, നിങ്ങൾ 1,00,000 രൂപ എടുത്താൽ പോലും ഭയങ്കര നഷ്ടമായിരിക്കും. കാരണം അയാൾക്ക് അതിന് ഭയങ്കര പ്രയാസം ഉണ്ടാവും. ഇനി അവൻ 100% അയാൾ ഇൻ്റലിജൻ്റ് ആയിട്ടില്ലെങ്കിൽ അയാളിലേക്കോ അയാൾ മക്കളിലേക്കോ ഇത് കയറും. ഇജാസത്തോടു കൂടെ ചെയ്താൽ, ഇജാസത്ത് തരേണ്ട ആളുകളിൽ നിന്ന് കിട്ടിയാൽ അതിന് നിബന്ധനകൾ ഉണ്ടാവും. ആ നിബന്ധനകൾ ദായിമൻ വീട്ടിയാൽ അപ്പോൾ അതിന് ഫലം ഉണ്ടാവും. അതുള്ള കാലത്തോളം അത് ഒന്നും ചെയ്യാൻ കഴിയില്ല. ബാപ്പ അത് നിലനിർത്തിയിരുന്നു. പിന്നെ ബാപ്പ മരിച്ചു. പിന്നെ ഞങ്ങൾക്കൊരു സുഖമില്ലാതെ ബാപ്പ മരിച്ചൊരു സുഖം കിട്ടിയില്ല. എന്തുകൊണ്ട്? ഈ അമൽ നിങ്ങളെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാപ്പ മരിച്ചപ്പോൾ ആ അമലിന് ദായിമൻ ഒരാൾ ഏറ്റെടുത്തില്ല. ആ അമൽ കൊണ്ടായിരുന്നു നിങ്ങളെ വീട്ടിൽ ശൈത്താൻ്റെ ആക്രമണം കുറഞ്ഞിരുന്നത്. ആ അമൽ കൊണ്ടായിരുന്നു, ആ ബാപ്പാനെ കൊണ്ടും ഉമ്മാനെ കൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ പല ജാതി ഹൈറുണ്ടായിരുന്നത്. അത് ആണ് അതിന് മുഅക്കലിങ്ങളായ ജിന്നുകൾ, ഈ മലക്കുകളുണ്ടാവും.
ആ മലക്കുകൾ നിങ്ങളെ വീട്ടിൽ അർസാക്കിനെ വലിച്ചുകൊണ്ടിരും. നമുക്ക് എന്താണ് ഒന്നും പറ്റൂലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒന്നും നടക്കണില്ല. എന്തുകൊണ്ട്? നിങ്ങൾ വഴി മുടക്കി, ആര് മുടക്കി? പിശാച് മുടക്കി. ആ മോക്കര്യങ്ങളൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു. ആ മലക്കുകളൊക്കെ തിരിച്ചുപോയി. ഇപ്പം നിങ്ങളെ വീട്ടിലൊന്നുമില്ല ഈ 5 വക്ത് നിസ്കാരം നടന്നെങ്കിലുണ്ട്, അത്ര തന്നെ. ഒരു വീട്ടിൽ ഒരു സുഖം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഉണ്ടായിരുന്ന ആള് മരിച്ചു. അപ്പം അമ്മാൻ്റെ കയ്യിൽ സദാസമയം തസ്ബീഹ്മാലുണ്ടായിരുന്നു. എന്ന് പറയാം, നമ്മളെക്കന്മാർ അങ്ങനെയാണ്, നമ്മളമ്മാരന്മാരും അങ്ങനെയാണ്, അതിൻ്റെ അപ്പുറമൊക്കെ അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് നമ്മളെ പെണ്ണുങ്ങളെ കയ്യിൽ മൊബൈലുള്ളത്. ഞാൻ അമ്മ മരിച്ചാലേ ഇത് വിവരറിയുള്ളൂ. ആ വീട്ടിൽ അങ്ങനത്തെ ഒരു ഉമ്മയുള്ള വീട്ടിൽ ചെന്നാൽ അതിൻ്റെ വൃത്തി അപ്പം നമ്മൾ കാണും. ആ അമ്മ മരിച്ചാൽ പിന്നെ വൃത്തി കാണും. എല്ലാവർക്കും ഭക്ഷണം കിട്ടും, അടുക്കള നീറ്റായി കിടക്കും, നല്ല നീറ്റായിരിക്കും. ഉമ്മാനെ പേടിച്ച് നീറ്റാക്കും. എല്ലാവരും ഉമ്മ ചെയ്യണ്ട, ഉമ്മ അവിടെ ഉണ്ടായാൽ മതി, അടുക്കളയിൽ വൃത്തിയോടെ കിടക്കാൻ വയ്ക്കില്ല. ഉമ്മ മരിച്ചു, അവിടെ നിലത്തി മിഞ്ഞാൻ അതിൻ്റെ തലേത്തൊക്കെ ഭക്ഷണം അവിടെ കിടക്കുന്നുണ്ടാവും, മറ്റേ ഇവിടെ കിടക്കുന്നുണ്ടാവും. പെണ്ണുങ്ങൾ മൊബൈലും കൊണ്ട് അപ്പുറത്ത് തീർക്കുന്നുണ്ടാവും. കുട്ടികൾ സ്കൂളിൽ പോയതും പോകാത്തതും ഉണ്ടാവും. മറ്റേ അങ്ങനെയൊന്നുമില്ല, ഒരു വാക്ക് പറഞ്ഞാൽ കേൾക്കും. എന്തുകൊണ്ട്? അവിടെ കേൾപ്പിക്കുന്ന ആളുകളുണ്ട്, റബ്ബിൻ്റെ മലക്കുകളുണ്ട് ആ പൊരിയിൽ. അതിന് കാരണം എന്താ? ആ അമ്മാനെ തസ്ബീഹ്മാല, ആ ബാപ്പാനെ യാസീന്, ആ ബാപ്പാനെ ഫാത്തിഹ സുഹൃത്ത്. ഓരോക്കെ മരിച്ചു. നമ്മളൊക്കെ വിചാരിച്ചു നമ്മളെ കൊണ്ടത് നടന്നു. നമ്മളെ കൊണ്ടല്ല. ഞാവും പകലും ദിക്ർ ചെല്ലുകയും ഖുർആൻ ഓതുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന ഒരു അനുജനും ഒരു ജ്യേഷ്ഠനുണ്ട്. ജ്യേഷ്ഠൻ്റെ ആവുമ്പനും പണിയെടുക്കും, അനുജൻ്റെ ആവുമ്പനും മദീന പള്ളിയിൽ നബിൻ്റെ കൊണ്ടുവരിക്കും. അപ്പോൾ ഒരു ദിവസം ഈ ജ്യേഷ്ഠൻ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ ഇവനെ ഇവിടെ കുത്തിരിക്കാണ്, ഞാൻ മാത്രമേ നയിക്കണുള്ളൂ, ഇവനും കൂടി വന്നാൽ നമ്മളെ പരിയിൽ ഒന്നും കൂടി റാഹത്താവും. അപ്പോൾ റസൂൽ പറഞ്ഞു, അതിപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ലഅല്ലക തുർസഖു ബിഹി, നിൻ്റെ കഞ്ഞി വിജയിക്കാൻ കാരണം ഇവനിവിടെ കുത്തിരിക്കണതാണ്. എൻ്റെ റിസ്ക് ഉണ്ടാക്കണതല്ല, ഇവനാണ്. ഇവനും ഇവിടെ പണിയാണ്, അതിൻ്റെ ബർക്കത്താണ് അവിടെ കാണുന്നത്. അല്ലാതെ മനസ്സിലായ പറഞ്ഞത്, നിനക്ക് നിൻ്റെ ലാഭമല്ല, ഇവൻ്റെ ലാഭമാണ്. പേരൊക്കെ നിനക്കാണ്, പണിയൊക്കെ ഇവനാണ്. ലഅല്ലക തുർസഖു ബിഹി, ഇവനെ കൊണ്ടാണ് എൻ്റെ റിസ്ക് അവിടെ നടക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? നമ്മളൊരു കാലത്ത് എവിടെ പോയാലും നേടിയതിന് കാരണം എന്താ? ഈ മാലമണിയുള്ള 2 മനുഷ്യന്മാർ നമ്മളെ പരിയിലുണ്ടായിരുന്നു. അവരൊരു ദിവസം ഓതിയിരുന്ന ഫാത്തിഹയ്ക്ക് കണക്കില്ല. ആളുകൾ മരിച്ചു. ആ സ്ഥാനത്ത് നിന്ന് നമ്മളെ പെണ്ണുങ്ങളാണ്. അവർക്ക് ഈ പരിപാടിനെ അറിയില്ല. ഓരോ നിസ്കരിക്കും, ഒരക്കാലത്തൊരു ഫാത്തിഹ ഓടും, അത് പറഞ്ഞല്ലേ. അതിൻ്റെ അപ്പുറം അവർക്ക് അറിയൂല. എത്രയാണ് ഉമ്മ ഒരു ദിവസം ആ പുരേന്ന് ഫാത്തിഹ ഓതിയിരുന്നതിന് കയ്യും കണക്കുണ്ടായിരുന്നില്ല. ആ ഉമ്മയാണ് മരിച്ചു, ആ ബർക്കത്താണ് അവസാനിച്ചു. മനസ്സിലായോ പറഞ്ഞ? നിങ്ങൾ ചിന്തിക്ക്. നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ ഖജാൻജിണ്ടായിരുന്നു, മുക്കത്തെ ബാബു മരിച്ചുപോയി. നല്ല മനുഷ്യൻ, നല്ല മനുഷ്യൻ, നൂറൊട്ട് നല്ല മനുഷ്യൻ. ഈ സ്ഥാപനത്തിൻ്റെ ആദ്യത്തെ ഖജാൻജിയാണ്. നമ്മളെ മുക്കത്തെ ക്ലാസ് നടത്തിയിരുന്നൊക്കെ ബാബുവാണ് സ്വന്തം ചിലവാക്കിയ ക്ലാസ് നടത്തിയിരുന്നു. ആഴ്ചയിലെ ക്ലാസ് നടത്തും ഒക്കെ ബാബുവായിരുന്നു. അറഫ നോമ്പിന് നോമ്പ് നോറ്റ് മരിച്ചു. നോമ്പിലാണ് മരിച്ചത്. അറഫ നോമ്പിന് നോമ്പ് നോറ്റ് മരിച്ചു. ഈ ബാബുവിൻ്റെ ഉമ്മ ഈ അടുത്ത കാലത്ത് മരിച്ചു. അപ്പോൾ ആ പുരക്കാർ എന്നോട് പറഞ്ഞു, ഈ ഉമ്മാക്ക് നാവ് വെക്കൂല. എത്രയാണ് ഓത്, എത്രയാണ് കണക്കായി കണക്കില്ല. എന്നോട് ആ കുടുംബത്തിലെ അംഗങ്ങൾ പറഞ്ഞു, ചുമര് മുഴുവനും ഒലിക്കുക. ഉമ്മാൻ്റെ മുറിയിൽ ഉമ്മ മരിച്ച ദിവസങ്ങൾ ഞങ്ങളത് അനുഭവിച്ചു. എവിടെ തൊട്ടാളും കിനിവുണ്ടാവും. പഠിച്ചോനെ, ഇതാ അനുഭവസ്ഥരിനോട് പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞത് പറഞ്ഞ, അതായത് മോന്തായത്തിന് ഉമ്മാൻ്റെ റൂമിൻ്റെ സഖഫ്, അതിൻ്റെ വാർപ്പ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കിനിയ, ചുമരുമെന്ന് വെള്ളം ഇങ്ങനെ കിനിയ. അതായത് ആ കാര്യം
അല്ലാഹുമ്മ ഷഹദ്. ആണോ യാ പടച്ചോനെ, അങ്ങനത്തെ ഒരു ഉമ്മയായിരുന്നു അത്. അങ്ങനത്തെ ഒരു അല്ലാത്തൊരു ചിന്ത അല്ല സ്ത്രീക്ക്. ഒരു സെക്കൻഡ് നാവിൽ ഒരു ഫുദൂൽ പറയില്ല. അതിൻ്റെ ഒരു ഫലം അവിടെ ഉണ്ടായി. ആ കുടുംബത്തിൽ പകുതി വഹാബികൾ വരെയുണ്ട്. അവരെന്നോട് പറഞ്ഞു സത്യമാണ്, ആ സംഭവം സത്യമാണ്. ആ കുടുംബത്തിൽ പകുതി വഹാബിയായ ആളുകളുണ്ട്. അതിൽ ആവറേജ് അങ്ങോട്ടും കൂടും ഇങ്ങോട്ടും കൂടും. അങ്ങനത്തെ ഒരു വഹാബികളോടത്ത് കൂടും, സുന്നികളോട് ഇങ്ങോട്ടും കൂടും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 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 നിൽക്കണ അങ്ങനത്തെ കുഴപ്പമില്ല. പക്ഷെ അങ്ങനത്തെ ആളുകൾ വരെ എന്നോട് പറഞ്ഞു, അങ്ങനത്തെ ആളുകൾ വരെ പറഞ്ഞു സത്യമാണ്, ആ സംഭവം സത്യമാണ്, ഞങ്ങൾ അനുഭവസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായോ? ഈ ജാതി മനുഷ്യന്മാർ നമ്മളെ വീടുകളിൽ നിറച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളെ പുരക്ക് ഒരു എന്താ പറയുക, തെങ്ങിൻ്റെ പട്ട ഇങ്ങനെ തമ്മിൽ മുടഞ്ഞിട്ട് വെച്ചാലും അതിൻ്റെ ഉള്ളിൽ ഒരു ആളും കയറൂല. ഇന്ന് നമുക്ക് ഇരുമ്പ് വാതിൽ വെച്ചിട്ടും വിശ്വാസമല്ല. ആണോ അല്ലേ? പറയാണോ അല്ലേ? എന്തേ അവിടേക്ക് തിരിഞ്ഞു നോക്കിയാൽ വിവരം അറിയും. അവിടെ അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ട്, അവിടെ റബ്ബിൻ്റെ മലക്കുകളുണ്ട്. എന്തേ അവിടെ ഒരു ആൺകുട്ടീൻ്റെ അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ആൺകുട്ടീൻ്റെ അവിടെ ബാപ്പ, അവിടെ പെൺകുട്ടീൻ്റെ അവിടുത്തെ ഒരു ഉമ്മ. അവരല്ലാൻ്റെ ത്വഅത്തിലാണ്, അല്ലാൻ്റെ നോട്ടത്തിലാണ്. അവരെ സംരക്ഷിക്കാനാണ് യഹ്ഫളൂനഹു, അവരെ സംരക്ഷിക്കാൻ അല്ലാഹു തആല ദുനിയാവിലേക്ക് ആരിറക്കിയത്? മലക്കുകളിറക്കിയത്. അനങ്ങൂല, തൊട്ടൂല. അങ്ങനെയുണ്ടല്ലോ. പൂക്കോയ പാപ്പാൻ്റെ മോന്തായത്ത് കയറിയിട്ട് പിന്നെ എന്താ പറയുക, കുരുമുളകിൻ്റെ ചാക്കും കൊണ്ട് നേരം പൊക്കം നടന്നു വരുത്തൻ. അങ്ങനത്തെ താരിയൊക്കെ ബാപ്പ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. മനസ്സിലായില്ല? അതുകൊണ്ട് പുറത്തിറക്കാൻ കഴിയണ്ടേ? കഴിയൂലല്ലോ. അവിടെ ഒരു ആൺകുട്ടിയില്ലേ, അത് ഞാൻ ഇറക്കില്ലല്ലോ. ഇത് പൂക്കോയ പാപ്പാൻ്റെ ചരിത്രം എൻ്റെ പാപ്പനോട് പറഞ്ഞാണ് അള്ളാഹു ആയാലും, ബാക്കി എനിക്കറിയില്ല. പൂക്കോയൻ്റെ പരിയിലൊക്കെ കള്ളം കയറിയിട്ട് ഇപ്പോൾ കള്ളം കുടുങ്ങി. എൻ്റെ അവിടെ പൂക്കോയ അള്ളാഹിൻ്റെ ഒരു വലിയാണ്, പിന്നെ പുറത്തിറക്കാൻ കഴിയൂല. അള്ളാഹുലേക്ക് ദർജയായിട്ട് കൊടുക്കട്ടെ. മനസ്സുണ്ടാമയും പറയും, അള്ളാഹു മനസ്സ് തുറന്ന് പറയും. അള്ളാഹു പൂക്കോയ പാപ്പാനൊക്കെ അള്ളാഹു തല അവർക്കൊക്കെ മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അള്ളാഹു തല അവർ മുഹമ്മദ് ശിഹാബ് തങ്ങൾ, ഹൈദർ ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ഉമർ ശിഹാബ് അവരൊക്കെ ദർജ അള്ളാഹു തേറ്റി കൊടുക്കുകയും അങ്ങനെ പോലെ അങ്ങനത്തെ മാണിക്കക്കല്ലുകൾ ഞങ്ങൾ മലബാർ നിറച്ചിട്ടുണ്ടായി. അവരൊക്കെ കണ്ടും പഠിച്ചും അവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയും അവരെ പോലത്തെ കയ്യിൽ നിന്ന് ഇജാസത്ത് വാങ്ങിയും 10,000 നമ്മൾ വീടുകളിലും ഉണ്ടായിരുന്നു. ഒരു കുതിരകളി അവിടെ നടക്കൂല. അവരൊക്കെ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഇന്ന് നമ്മളെ വീടുകളിൽ എന്താണുള്ളത്? മൊബൈലാണ്. അപ്പൊ ഔറാദിനെ പോലെ നേരല്ല, നടക്കൂല. ഒഴിവുള്ള സമയം മുഴുവനും നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അത് നടക്കും, മറ്റു നടക്കൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സ് തുറന്നിട്ട് ചിന്തിക്കണം, മനസ്സ് തുറന്നിട്ട് വാതിൽ തുറന്ന് നിങ്ങൾ സംസാരിക്കണം. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഇതിൽ ഏത് നോക്കണ്ട, ഓർക്കും എപ്പോഴും പറ്റുന്നതാണ് സൂറത്തുൽ ഫാത്തിഹ. അത് ശിഫാഉം മിൻ കുല്ലി ദാ, ദായി പറഞ്ഞാണ് സൂറത്തുൽ ഫാത്തിഹ. ശിഫാഉം മിൻ കുല്ലി ദാ, ശിഫാഉം മിൻ കുല്ലി ദാ. ഹബീബായ നബി പറഞ്ഞതാ. എന്താ പറഞ്ഞത്? സൂറത്തുൽ ഫാത്തിഹ ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗത്തിൻ്റെയും ശിഫയാണ് എന്ത്? ഫാത്തിഹ. ഞാനാ പറയുന്നത്, മുത്തനബി പറഞ്ഞു അൽ അംറാദുൽ ജിസ്മാനിയ വൽ അംറാദുർ റൂഹാനിയ. നിന്റെ നഫ്സിന്റെ രോഗമാണെങ്കിലും നിന്റെ തടിൻ്റെ രോഗമാണെങ്കിലും എന്ത് മാറ്റാനുള്ള ഔഷധം എന്തിൽ കിടക്കുന്നുണ്ട്? ഫാത്തിഹ. അതിനെ കൊണ്ട് നടക്കണം. അതൊരു സ്വാലിഹായ മനുഷ്യന് സമ്മതം വാങ്ങുക. അതൊക്കെ ദൈവമായി ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു സമ്മതം വാങ്ങുക, ഒരു കാര്യം സമ്മതം വാങ്ങാതെ ചെയ്യുക. പക്ഷെ സമ്മതം വാങ്ങിയാൽ ഒന്നും കൂടി അതിനൊരു വില ഉണ്ടാവും. അവർക്ക് അവരപ്പുറത്തേക്ക് സമ്മതം ഉണ്ടാവും. ആ സമ്മതം റസൂലിലെത്തും. അങ്ങനെ 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 ഉണ്ടാവും.
അപ്പോൾ അതിനൊരു പ്രത്യേകിച്ച് വിലയുണ്ട്. എല്ലാം അതിനൊരു വിലയുണ്ട്. അസമത്തോടെയാണ് ചെയ്യുക. അല്ലാതെയും ചെയ്യാം. പക്ഷെ സമ്മതം കിട്ടുന്ന ഒരാളെ കണ്ട് ചോദിക്കണം, എനിക്ക് ഒരു അസ്മാഉൽ ഹുസ്നക്ക് സമ്മതം തരണം, എനിക്ക് അസ്മാഉൽ ബദർ എല്ലാം സമ്മതം തരണം, എനിക്ക് ഫാത്തിഹക്ക് സമ്മതം തരണം. അപ്പോൾ സമ്മതം തരും. അങ്ങനത്തെ സ്വാലിഹ്യങ്ങളെ കാണുമ്പോൾ വയസ്സായവർ, സ്വാലിഹ്യങ്ങൾ, ഇതൊക്കെ ദായമായി കൊണ്ടെടുക്കുന്നവർ ഓരോന്നിനും എന്തിനും അതിന് ഹൈറും ഉണ്ടാവും. സമ്മതം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി സമ്മതമുള്ള ഒരു അമല് ഞാൻ അസറിൻ്റെ ശേഷം ചെയ്യാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അങ്ങനെ സമ്മതമുള്ളതുമാണ്. എല്ലാ അസർ നിസ്കാരം കഴിഞ്ഞാലും അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, 10 വട്ടം ആയത്തുൽ കുർസി ഓതുക. അതിന് സിൽസിലുണ്ട്. ആ സിൽസിൽ റസൂലിലെത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് സമ്മതമുള്ളതാണ്. അന്നതിന് വലിയ നേട്ടങ്ങളുണ്ടാവും. 10 ആയത്തുൽ കുർസി 3 മിനിറ്റ് മതി. ഒരു 3 മിനിറ്റ് അവിടെ കുത്തിരിക്കണം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് അവിടെ തീരുന്നു. ഒരു 10 ആയത്തുൽ കുർസി നേട്ടങ്ങൾ അനവധിയാണ്. അപ്പം എനിക്ക് സമ്മതം തന്നത് അവർക്ക് അസമ്മതം കൊടുത്തവരുണ്ട്. അവർക്ക് അവസാനം പിന്നെ അസമ്മതം തരുന്നത് ഹബീബാ നബിയാണ്. അതിൻ്റെ സിൽസിലുണ്ട്. ആ സിൽസിലിൻ്റെ കയ്യിലുണ്ട്. ഉദാഹരണം പറയാം. അപ്പം ഇങ്ങനെ അപ്പം കൃത്യമായി, അതല്ലാതെ ഒരാൾക്ക് ചെയ്തുകൂടെ ചെയ്യാം. പക്ഷെ അതിന് സമ്മതത്തോടുകൂടി ചെയ്യാം. അതിനൊരു വിലയുണ്ട്. ജീവിതം മുഴുവനും ഫാത്തിഹ ഓതാൻ വേണ്ടി സമ്മതം കിട്ടിയവരുണ്ടാവും. ജീവിതം മുഴുവൻ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഇഖ്തിസാറുൽ ഫാത്തിഹ എത്രയൊന്നുമില്ല, അങ്ങനെ ഓതുക. ഫാത്തിഹ എന്താർത്ഥം? ഫാത്തിഹ നൽകുന്നത്, തുറന്നു തരുന്നത്. ചില ആയാത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഅരിഫത്ത് കിട്ടണമെങ്കിൽ ഇഖ്തിസാറുൽ ഫാത്തിഹ വേണം. കാരണം ഖുർആൻ തുറക്കണത് ഫാത്തിഹ ആയതുകൊണ്ട് അള്ളാഹുവിലേക്ക് നിനക്ക് തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഫാത്തിഹ പഠിപ്പിക്കണം. അസബബുൽ ലിൽ മഅരിഫ, അള്ളാഹുവിലേക്ക് വാതിൽ തുറക്കുക. അപ്പം വിവരം ഉണ്ടാകാൻ കിതാബ് ഓതിയാൽ മതി. പക്ഷേ ഈമാൻ കിട്ടണമെങ്കിൽ കിതാബ് ഓതിയാൽ പോരാ. ഈമാനെ പറ്റി പരീക്ഷ ചെയ്താൽ കിതാബ് ഓതിയാൽ മതി. ഈമാൻ കിട്ടാൻ കിതാബ് ഓതിയാൽ പോരാ. കിതാബ് ഓതിയത് കൊണ്ട് ഈമാൻ കിട്ടുകയും ചെയ്യും, കിട്ടാതെ 5 വക്തിന് പകരം 3 വക്ത് എന്ന് പറഞ്ഞ ആളും കിതാബൊക്കെ ഓതിയിട്ടുണ്ടല്ലോ അല്ലേ? പറയും 5 വക്ത് വേണ്ട 3 വക്ത് നിസ്കരിച്ചാൽ മതി. അള്ളാഹു തആല അതിനെ തൊട്ടും അത്തരം വിഭാഗത്തിനെ തൊട്ടും നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനെ നശിപ്പിക്കുന്ന ഇത്തരം കളികൾ കളിക്കുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാം നിരക്കും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഇവരൊക്കെ കിതാബ് ഓതിയിട്ടില്ലേ? കിതാബുണ്ട്, പക്ഷെ എന്തില്ല? ഈമാനില്ല. ഈമാൻ മഅരിഫത്തിടണം. അതാണ് ഈമാൻ്റെ അവ്വൽ വാതിൽ തുറന്നാൽ ഈമാൻ കിട്ടും. അതിനാണ് ഖുർആൻ തുറക്കണം. ഖുർആൻ്റെ തുറക്കൽ ഏതാണ്? ഫാത്തിഹ. അങ്ങനെ ഊതന്നെ എന്തിനെനിക്ക് കിട്ടും? ഒരു ലക്ഷ്യവും വേണ്ട. അങ്ങനെ ഒരു സംഗതി നമുക്കുണ്ടാകണം. ഉദാഹരണം പറയാം, ദീനം മാറാൻ വേണ്ടി 100 ഫാത്തിഹ, അങ്ങനെയൊക്കെ ചോദിക്കോ? ഒന്നുമില്ലാത്തൊരു 100 ഫാത്തിഹ. എന്തേ? അതിൻ്റെ റബ്ബിനെ പൊരുത്തപ്പെടണം. മനസ്സിലായില്ല? ഭാര്യൻ്റെ പള്ളവേദന മാറാൻ അപ്പോൾ ഈ ഒരു 10 ഫാത്തിഹ മതി. അല്ലെങ്കിൽ കുട്ടിയുടെ നടുവേദന മാറാൻ, കുട്ടി മദ്രസ പോകാൻ, ഗൾഫ് പോകാൻ, ശമ്പളം കൂടാൻ, ഓന് മര്യാദയ്ക്ക് പൈസ ഇങ്ങോട്ട് അയക്കാൻ, ഇതിനൊക്കെ നമ്മൾ ഫാത്തിഹ ഒതുക്കും. ആയിക്കോട്ടെ, എന്നാലും ഒരു 100 ഫാത്തിഹ വേറിട്ട് പോതാ. എന്തിന്? എൻ്റെ റബ്ബിനൊക്കെ എന്നെ പൊരുത്തപ്പെടാൻ. റിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹു പൊരുത്തപ്പെട്ടാൽ അതാണ് വലുത്. അതിനൊരു ലക്ഷ്യമില്ല. ലാ തുരീദു ജൽബ നഫ്ഇൻ ഔ ദഫഅ ളർദിൻ. ഒരു ലാഭം കൊണ്ടുവരാനോ ഒരു നഷ്ടം ഇല്ലാതാക്കാനോ അതുകൊണ്ട് ഉദ്ദേശിക്കണ്ട. എന്താണ് ലക്ഷ്യം? പറയാം, ഇത് മറക്കരുത്. ഈ പറഞ്ഞ വാക്ക് മറക്കരുത്. ദിവസം ചെയ്യണം ഒരു അമല്. ഒരു ദിവസം ചെയ്യാം. ഒരു സിറായ സ്വതക്കുറിച്ചുള്ള ദിവസം ആരും അറിയില്ല. ചിലപ്പോൾ അയാളും അറിയില്ല. സിറായ സദക്ക എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെടണം. അത് പെണ്ണുങ്ങളോട് പറയും വേണ്ട, അയാളോട് പറയണ്ട. അങ്ങനെ നടന്നിരുന്ന സ്വഹാബികൾ. നമ്മളൊരാൾക്ക് സ്വതക്ക കൊടുത്താൽ നമ്മളെ മനസ്സിലൊന്നുമില്ല, അതിന് കൂലി കിട്ടും. പക്ഷെ അതിൻ്റെ അപ്പുറത്തുണ്ടാവും സ്വതക്ക. അതായത് വീട്ടിൻ്റെ അടി കൊണ്ടിടുക, ഒതുക്കിങ്ങല്ല കൊണ്ടേക്കുക, ഉറങ്ങിക്കിടക്കണോ പള്ളിനെ അങ്ങനെ തപ്പി കിടക്കുക, ഉറങ്ങുകൊണ്ട് തൻ്റെ അടുത്ത് വെച്ച് പോരുക. അല്ലാതെ അയാളും അറിയണ്ട. അക്കാലത്ത് ഉറങ്ങിക്കിടക്കണവരൊക്കെ എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, ആരെങ്കിലും വല്ലതൊക്കെ വെച്ചിക്കണോ. അങ്ങനെയല്ലേ തർക്കമുണ്ടായ റസൂലുള്ള തർക്കം പരിഹരിക്കണം.
അപ്പം അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ ഒരുത്തണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തല മാത്രമേ കാണാറുള്ളൂ, ഇവിടുന്ന് അങ്ങോട്ട് മുഖം കാണുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഒരുത്തൻ പള്ളീൻ്റെ ചെരുവിൽ. അപ്പം മെല്ലെ നാണയത്തൊട്ട് അവിടെ കൊണ്ടുവച്ചാണ്ട് ഇങ്ങോട്ട് വിട വാങ്ങി. അപ്പം അങ്ങനെ പെണ്ണ് പെരുകി വന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ മകൻ വന്നു. ഇന്ന് നമുക്ക് കോളടിച്ചിരിക്കുന്ന എന്ത് ചോദിച്ചു, ആരോ ഞാൻ പള്ളീൻ്റെ ചെരുവ് കിടക്കേന്. അപ്പോൾ അവിടെ പൈസ വെച്ച് പോയി. അപ്പോൾ പറഞ്ഞു, ചങ്ങായി അത് ഞാനാണ്. ആര് പറഞ്ഞു? ആ പറയാം ഞാനാണ് മോനെ, ആ പൈസ കൊണ്ട ഇച്ചാളറിയുന്നത് ഞാൻ വെക്കൂല, അനക്കൊന്നും തരാ എനിക്ക് കൂലിട്ടില്ല. ഞാനത് ആക്കിയെന്നുണ്ട് കൊടുക്കണേ കൊണ്ടായിരുന്നു. ഞാൻ തരില്ല. കാരണം ഇങ്ങക്ക് മുഖമൊക്കെ നോക്കി തന്നെ വെക്കാനോ. അങ്ങനെ മെല്ലെ പോയി വെച്ച് പോലും എന്തിനാ ഓണർന്നാണ്ട് എൻ്റെ മുഖത്ത് നോക്കിയാണ് എൻ്റെ സ്വതക്ക പാത്തിലാണ്ട. മനസ്സിലായി? ഇവിടെ ഈ ഹദീസിൻ്റെ പാടെന്താ? ഒരു സിറായ സദഖ, അതായത് വാങ്ങുന്നവൻ പോലും അത് അറിയില്ല. അത് രഹസ്യമാണ്. ഒരു കുടുങ്ങിയോട് സദഖാനോട് പറഞ്ഞാൽ ഉത്തരം കിട്ടും. അമ്പേ ഞാൻ ആരും അറിയാതെ ഇജി മാത്രം കണ്ടുകൊണ്ടൊരു അമൽ ചെയ്യുന്നുണ്ടല്ലോ, ഈ ലോകത്താരും അത് അറിയില്ലല്ലോ. ഇജി പഠിച്ചോനെ അല്ലാ, അതുകൊണ്ട് ഇന്ന് രക്ഷപ്പെടുത്തരണം, അതിലത് രക്ഷപ്പെടുത്തും. അതാണ് സിറായ സദഖ. പരസ്യമായ സദഖ ചെയ്യണം കേട്ടോ, പക്ഷെ എന്തും ചെയ്യണം, സിറും ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ പീടിയിൽ ഒക്കെ പറ്റൊക്കെ എഴുതിച്ചൊക്കെ കുടുങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവന് പോയിട്ട് എന്ത് ചെയ്യുക, അതെടുത്ത് പൈസ അയക്കുക. പീടിയക്കാരനോട് എന്ത് പറയാം, ഒരാൾ തന്നൊരു പൈസ എൻ്റെ അടുത്തുണ്ട്, അങ്ങനെ കണ്ടു തീർക്കാൻ പറഞ്ഞു. അയാളോട് പറയും വേണ്ട. അതേസമയത്ത് എൻ്റെ പൈസയല്ല, നമ്മളെ പൈസ അല്ലല്ലോ, നമ്മളെ പോക്കറ്റിൽ നമ്മളെ പൈസ അല്ല എന്നുള്ള ഹക്കല്ലേ. നമ്മളെ പൈസ ഇതൊക്കെ ആരുതാ? അല്ലാതെ സത്യല്ലേ? വേറെ ആളിൻ്റെ അടുത്ത് പൈസ നീന്നു, സത്യല്ലേ? ആണോ അല്ലേ? ഇപ്പം എൻ്റെ പോക്കറ്റിന് ഒരു 10 രൂപ 100 രൂപ എടുത്ത് പൊന്തിച്ച ഞാൻ കാണിച്ചു തരാം. പൈസ ഉണ്ട് പോക്കറ്റ്. ഞാൻ പറഞ്ഞ ഞാനിപ്പം ഒരു 10 എൻ്റെ പോക്കറ്റിന് ഒരു 50 രൂപ 100 രൂപ 500 രൂപ എടുത്ത് പൊന്തിക്ക്. അതിനെ പൊന്തിച്ചുടിക്കുക. ഇതിനെപ്പറ്റി എനക്ക് പറയാലോ, ഇൻ്റെ പൈസ അല്ല വേറെ ആൾ തന്നാ സത്യമാണോ അല്ലേ? അത് പറയാലോ. അപ്പൊ മറ്റൊന്റെ മുന്നിൽ ജന്തായതുമില്ല, സദക്കക്കാരനും ആയില്ല. എൻ്റെ ഒന്നും എനിക്ക് കൊണ്ടാ ഇൻ്റെതല്ല, നമുക്ക് എനിക്ക് ഇത് വേറെ ആൾ എനിക്ക് തന്നേൽപ്പിച്ച ചങ്ങായി. ഇനി ആ പള്ളിയിൽ നിന്ന് മറ്റേ ആൾ എന്താ കൊമ്പ് കോർത്തപ്പോൾ UDF LDF പറഞ്ഞ അല്ലെങ്കിൽ VKP എന്തോ പറഞ്ഞ് ചുരുക്കത്തിൽ പറഞ്ഞ് പള്ളി തല്ലുണ്ടാകുകയാണെങ്കിലും മറ്റും പറഞ്ഞു, എന്നാൽ 500 രൂപ എനിക്ക് തന്നെ മനസ്സിലെ എന്താ ഓൻ്റെ പൈസ ഇജിപ്പോൾ 500 രൂപ എൻ്റെ പൈസയല്ലേ, ആരോ എനിക്ക് തരാൻ ഏൽപ്പിച്ച് തന്നെ എനിക്കെന്താ. അപ്പോഴും എനിക്കവിടെ മാനക്കട ഉണ്ടായത്. അപ്പോൾ അവന് പറയും ചെയ്യാം, മറ്റവനേറ്റ 1000 തന്നാൽ തരാൻ ഏൽപ്പിച്ചത് 500 തന്നപ്പോൾ എൻ്റെ ഡൗട്ട്. ചിലപ്പോൾ 500 പടിയാക്കിയിട്ടുണ്ടാവും, എന്നെ വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെ പറയുന്നു. അപ്പൊ അവിടെ ഒക്കെ ഇത് ചെറുതാകല്ലേ ആണോ മോനെ? അല്ല, ചെറുതാകല്ലേ? അതല്ലേ സിറായ സദഖ. എന്നെ സിറായ സദഖ, അതൊക്കെ സിറായ സദഖ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സിറായ അമലി, ഒരു സിറായ ദിക്ർ പെണ്ണുങ്ങളോടും പറയണ്ട. അതെന്താ ഒക്കെ അതറിയില്ല. എന്താ നിങ്ങൾ ഈ കുറ്റം ചെയ്യുന്നത്? എല്ലാം കൂടി ഇപ്പം എന്നോട് പറയാനാവില്ല. ചിലപ്പോൾ എന്നാൽ ഉച്ചവരെ ഓളും കൊണ്ട് നടക്കും. ആയിക്കോട്ടെ. ചിലപ്പോൾ ഓരോ കിടക്കാൻ ഇറങ്ങുന്ന നേരത്ത് ഓളെന്തോരം അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെ മനുഷ്യന്മാരോട് പറയാൻ പറ്റാത്ത കുറേ ചെല്ലല്ലേ ഞാൻ കിടക്കാണ്. അപ്പോഴും ദേഷ്യമായി. എന്നാലും ഒരു രഹസ്യമായ അമലിൻ്റെ അടുത്ത് വേണം. അതാരോട് പറയും വേണ്ട. രഹസ്യമായ സമ്മതം കിട്ടണം. രഹസ്യമായ സമ്മതം അങ്ങനെയുണ്ട്. രഹസ്യമായ അമൽ ചെയ്യുക, അത് രഹസ്യമായ അമലാണ്. രഹസ്യമായ സമ്മതം എന്ന് പറഞ്ഞാൽ ഇത്തരം രഹസ്യം സൂക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് സമ്മതമാണ്. അങ്ങനെയുള്ളവരുണ്ട്, ലോകത്തെമ്പാടുണ്ട്. അതൊക്കെ കൊണ്ടു കിടക്കുക, അത് തെറ്റിക്കാതെ കൊണ്ടു കിടക്കുക. അതിലൊക്കെ അള്ളാഹിൻ്റെ സഹായം നമുക്കുണ്ടാവും. രഹസ്യമായ സദഖ. പിന്നെ ഈപ്പൊരു ദിവസം 1000 ഫാത്തിഹ ഓതുന്ന എൻ്റെ പെണ്ണുങ്ങൾ അറിയണ്ട.
1000 ഫാത്തിയെങ്കിലും ഓടും. പ്രശ്നം 5 പെണ്ണുങ്ങളെ കുട്ടികളെ രക്ഷപ്പെടുത്തണേ എന്നാണ് ജെത്തു ഇറക്കണത്. ഓള് ചിലപ്പിച്ച് വിടാവും. അപ്പം നിങ്ങൾക്ക് മാത്രം ഒറ്റ ഒരു സ്വർഗത്ത് പോക്ക്. ഞാൻ ഇത് സ്വർഗത്ത് പോകാൻ വേണ്ടി ദ്വാരക്കിടുന്ന ഓളോട് പറഞ്ഞാൽ അതൊരു പരസ്യാക്കലാണ്. അതിനാ പിന്നെ വില കുറഞ്ഞു. മനസ്സിലായില്ല? 1000 ഫാത്തി ഒതിരിച്ച് ഓളും സ്വർഗത്ത് പോകാൻ ദ്വാരക്കുന്നുണ്ട്. എന്നാലും ഓക്കത് ഇഷ്ടം ഉണ്ടാവില്ല. എന്ത് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ഒറ്റക്കൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ പറയാം. അത് ഒറ്റക്ക് പറയണത് ആരെ പറഞ്ഞു പക്ഷെ അത് ഓൾക്കത് ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അത് രഹസ്യമായ അമലാണ്. ഒരു 1000 ഫാത്തിയ ഉദാഹരണം പറയാം, ഒരു 313 ഫാത്തിയ രഹസ്യമായി പറയണം. ഇത് രഹസ്യം ആരും അറിയില്ല. ഇത് ജിന്നെ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പേര് ഞാൻ ഒന്നും എന്നോട് ചോദിക്കണമില്ല. എനിക്ക് പൈസ കൂടാനോ മുതൽ കൂടാനോ കച്ചവടമോ ഒന്നും ചോദിക്കണില്ല. വെക്കാൻ ഞാൻ വേറെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഇത് ഒഴിവാക്കരുത്. കച്ചവടം കൂടി ഇല്ല എന്ന് പറഞ്ഞാലും ആ കജ്ജ് എന്നെ രക്ഷപ്പെടുത്തി എനിക്കറിയാം. പക്ഷെ ഇത് ഒഴിവാക്കരുത്. എനിക്ക് നിൻ്റെ ഇഷ്ടം വേണം. എനിക്കിത് ഒരു ലക്ഷ്യവും ഇല്ല നിൻ്റെ പൊരുത്തല്ലാതെ. നീ അങ്ങനെ പറഞ്ഞോടെ. ഒരു 313 ഫാത്തി ഒരു ദിവസം എൻ്റെ പൊരുത്തം അത് മധ്യവും. നീ മരിക്കുന്ന ദിവസം അതവിടെ നിധിയിൽ ചെപ്പിലടക്കപ്പെട്ട രത്നാണത്. അതെനിക്ക് ആവശ്യമുള്ള ദിവസം എടുക്കാം. മനസ്സിലായി? അനക്ക് ആവശ്യം വരുന്ന ദിവസം ഏതാ? മരിക്കുന്ന ദിവസം. അന്നത് ആവശ്യമുണ്ടാവും. പിന്നെ അത് ആവശ്യം തന്നെ ഇരിക്കും. ഒരു ചെപ്പിൽ അടക്കപ്പെട്ട ഒരു രഹസ്യം പോലത്തെ ഒരു മുതൽ ഒരു 313 ഫാത്തി ഓതിയുന്നുണ്ട്. ആരോടോട് പറഞ്ഞിട്ടില്ല. എൻ്റെ അങ്ങനെ ഇതോടെ പറയാം. ചെയ്യാൻ പറ്റുമല്ലേ? ചെയ്യാലോ. ഫാത്തി അള്ളാഹിന്റെ കലാമിൽ ആദ്യത്തെ സുഹൃത്തല്ലേ. റബ്ബിനോട് പറയാം, റബ്ബേ ഈ രഹസ്യം ഞാൻ ഈശ്വരൻ മാത്രം ആരോട് ഞാൻ പറയില്ല, പറഞ്ഞിട്ടില്ല. ഈശ്വരക്ക് നിൻ്റെ പൊരുത്തം തരണം. വേറൊന്നും കൊണ്ട് എനിക്ക് നിൻ്റെ പൊരുത്തം കിട്ടും. ഈശ്വരനെ മനുഷ്യരെ സന്തോഷിച്ചു വിളിക്കണം. നേരെ നോക്കുക റബ്ബിൻ്റെ കാര്യം. റബ്ബ് സന്തോഷിച്ച നമ്മൾ ലാഭക്കാരനല്ലേ. എന്നൊക്കെ പറഞ്ഞെന്ന് മനസ്സിലായോ? അതല്ലേ ലാഭം. സ്വർഗത്തിനേക്കാൾ വലുത് അതല്ലേ. ഇപ്പം നമ്മൾ 100 ആളെ നമ്മളെ മകളെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഗസ്റ്റിനെ വിളിച്ചു. നമ്മൾ ടൗണിൽ 100 റൂം ബുക്ക് ചെയ്തു. ആ ബുക്ക് ചെയ്തിട്ട് അതിൽ ആളുകൾ എത്തിയൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വന്നപ്പോൾ ബുക്കിംഗ് ഇല്ല. വിളിച്ചു നോക്കിയിട്ട് കിട്ടിയതില്ല. എവിടെ വിളിച്ചിട്ടും കിട്ടിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഒരു അഡീഷണൽ സൗകര്യം ഉണ്ടാക്കും ഇയാൾക്ക് വേണ്ടി. ചിലപ്പോൾ ആ സൗകര്യം നോക്കുമ്പോൾ അതിൽ റൂമിനേക്കാളും ചാറിയിരിക്കും. എന്ന് പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പൊരുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്വർഗം എന്നത് വിഷയം തന്നെയല്ല. ഏറ്റവും വലിയ വിഷയം എന്താണ്? പൊരുത്തം. സ്വർഗമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നരകത്തിൽ തൽക്കാലം റിസർവേഷൻ സൗകര്യം ഒരുക്കി തരാണെങ്കിലും നരകത്തിനേക്കാളും സ്വർഗത്തിനേക്കാളും സുഖം ഉണ്ടാവും ആ നരകത്തിൽ. അങ്ങനെ വരുമെന്ന് പറയില്ല, ഞാൻ അങ്ങനെ പറയാണ്. കാരണം നീ ആരാണ്? അള്ളാഹിൻ്റെ പൊരുത്തക്കാരനാണ്. അള്ളാഹു തന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നരകവും സ്വർഗവും പ്രശ്നമില്ല. ഇനി അവിടെ പ്രശ്നം എന്താണ്? പൊരുത്തം. അള്ളാഹു തന്നെ പൊരുത്തപ്പെട്ടു. നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പം ഇതന്നെ അള്ളാഹിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഒരു 313 ഫാത്തിഹ. 1-ാം ദിവസം കുറച്ച് ബുദ്ധിമുട്ടും, 2 കുറയും, കുറഞ്ഞ് വരും. പിന്നെ അത് എപ്പോഴേ തീർന്നു എന്ന് തന്നെ എനിക്കറിയില്ല. അതൊക്കെ അങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ പോകും. അങ്ങനെ നാവുമ്മലൊന്നുമില്ല. പിന്നെ എനിക്ക് മൊബൈൽ ആവശ്യം. ഇപ്പം നമ്മൾ പറയണം മൊബൈൽ പൂട്ടിയേക്കണം എന്ന് പറഞ്ഞാൽ മൊബൈൽ പൂട്ടിയേക്കണം എന്ന് പറഞ്ഞാൽ പൂട്ടൂല. അതേസമയം പണിയെടുത്താൽ പൂട്ടിപ്പോവും. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. നമുക്ക് എന്തുകൊണ്ടാണ് മൊബൈൽ പൂട്ടുക? അപ്പോൾ നമ്മൾ പറഞ്ഞു 8 മണിയായ മൊബൈൽ ഓഫാക്കണം നമ്മൾ പറഞ്ഞു. അത് പ്രയാസം പലർക്കും. അതേ സമയത്ത് പ്രയാസമാണ്. അതേസമയം ഞാൻ തിരിച്ചു പറയാം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊരു പണി കിട്ടി നോക്കാം. അള്ളാഹും ഒരു പണി നിങ്ങൾക്ക് കിട്ടി എങ്കിൽ പിന്നെ അവിടെ അവിടെ എന്താണ് പറയാം? പിന്നെ അവിടെ മൊബൈൽ പൂട്ടാത്ത നേരത്തെ ഒരു മൊബൈൽ പൂട്ടിയ മാതിരിയാണ്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? മൊബൈൽ പൂട്ടാത്ത നേരത്തെ അത് പൂട്ടിയതുപോലെ തന്നെയല്ലേ. എന്തുകൊണ്ട്? മൊബൈലൊക്കെ ഉണ്ട്, എനിക്കത് ഉപയോഗിക്കാൻ നേരമില്ല. അത്യാവശ്യം ഫോണേജ് എടുക്കുള്ളൂ. നാട്ടിലെ ഫിത്തനക്ക് സാധനം എനിക്കില്ല. കാരണം എനിക്ക് പണിയുണ്ട്. ആരില്? അള്ളാഹിൽ പണിയുണ്ട്. ഇതല്ലേ മുൻഗാമികൾ? അവിടേക്കാണ് മടങ്ങിക്കൂടെ? നമുക്കൊരു പണിയില്ലാത്തോണ്ടല്ലേ ഇത് മാന്താൻ കഴിയുന്നത്. പറയാ ആണോ അല്ലേ? പണിയില്ല, പണി കൊടുക്കാനേ തടിക്ക്.
അത് ബന്ധപ്പെടുന്ന എന്നെ ഇഷ്ടപ്പെട്ട ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ റൂമ് കയറിയിട്ട് നിങ്ങൾ ഭാര്യയും ഭർത്താവ് റൂമ് കയറി 10 മണിയായി കിടക്കണം എന്നാണ് നിയമം. 9 മണി 10 മണി കിടക്കുകയാണ്. ഇപ്പം നമ്മളെപ്പോലത്തെ ആളുകൾ ഏറ്റവും നാട്ടിൽ നല്ലായി നടക്കുന്ന ആളുകൾ വരെ രാത്രി കിടക്കും 10 മണിയോ 10 മണിയായിട്ട് റൂമ് കയറി കിടന്നു, ഭാര്യയും വന്ന് കിടന്നു. അപ്പം നിങ്ങൾ മൊബൈൽ നോക്കി കുത്തിരിക്കുക. ഓൾക്ക് ദേഷ്യം വരുമല്ലേ? ഓൾക്ക് ദേഷ്യം വരുമോ ഇല്ലേ? ഉറപ്പായ ദേഷ്യം വരും. തിരിച്ച് ഓള് മൊബൈൽ ഒന്ന് കട്ടിൽ കയറി ഇനി ബിസ്മിയ മറ്റൊക്കെ ചെല്ലി ബാധ്യ സുഹൃത്തും എല്ലാ ഇഖ്ലാസും മഹാബിദത്തിനും കോതി കിടക്കുമ്പോഴും പിന്നെ മൊബൈൽ നോക്കിയിട്ടാണ് ഓള് ഇങ്ങനെ പിന്നെ തലക്കാണി കുത്തി ചാരി വെച്ചാണ് പിന്നെ അങ്ങനെ കട്ടിൽ ചടിയുമ്പോൾ മൊബൈൽ നോക്കി ചാരി കിടന്നു. ഓക്ക് കിടക്കാനായിട്ടില്ല. ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ നിങ്ങൾ ക്ഷമിക്കും. പിന്നെയോ പിന്നെ നിങ്ങൾ തിരിഞ്ഞെടുക്കും. ഏജാൻ്റെ പണിയൊക്കെ എന്താ മനുഷ്യനെ കുതിരയാക്കുക. മറ്റൊരാളുമായി ബന്ധപ്പെടുമ്പോൾ കാക്കോട് ദേഷ്യപ്പെടും. കാരണം അത് പ്രൈവറ്റ് സമയം. ആ ഭാര്യ അങ്ങനത്തെ സമയം നമ്മൾ റബ്ബ് തമ്മിലുണ്ടെങ്കിലോ വേണ്ടേ? നമ്മൾ അല്ലാഹു തആല ദിനന്ന് ലിസാനുൻ ദാക്കിറുൻ വഖൽബുൻ ഷാക്കിറുൻ. മനസ്സിലായോ പറഞ്ഞത്? വസൗജത്തുൻ തുഈനു അഹദകും അലാ ദീനി. ഇതൊക്കെ നീതിയല്ലേ? നിങ്ങൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ ഉണ്ടാണ്ടല്ലേ ലിസാൻ ദാക്കിർ ദിക്റിൽ നിന്നാവും. അങ്ങനെ നാവ് വർത്താനം കാര്യങ്ങളൊക്കെ മുൻഗാമികളൊക്കെ വിജയം അവിടെ. ലിസാൻ അവർ വെറുതെ കളഞ്ഞിട്ടേ ഇല്ല. അവർക്ക് കൂടുതൽ ഗീബത്ത് പറയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അവർ കൂടുതൽ മജ്‌ലിസിൽ ഇരുന്നില്ല. എന്നാൽ ഇരിക്കൂല എന്നില്ല. ഒരു അത്യാവശ്യം എന്നാൽ പിന്നെ അവിടെ നിന്ന് പോകും. എന്തുകൊണ്ട്? അവർക്ക് ചെല്ലി തീർക്കാനുണ്ട്. ഞമ്മക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. ഞാൻ ഒരു സംഭവം പറഞ്ഞുതരാം. ഒരു പൊരയ്ക്ക്, ആ പൊരയില ഒരു പെണ്ണാണ്. ആ പൊര മൊത്തം നോക്കി വൃത്തിയാക്കി അടിച്ച് തുടച്ച് അലക്കി തേച്ച് വൃത്തിയാക്കി എല്ലാം ഉണ്ടെങ്കിൽ അപ്പം അയൽവാ ഇതൊന്നും ഇല്ലാത്തൊരു പെണ്ണ് ആ വീട്ടിലേക്ക് വർത്താനം പറയാൻ വന്നാൽ ഒക്കെ അത് ഇഷ്ടമുണ്ടാവില്ല. കുറച്ചൊക്കെ സഹിക്കും. പിറ്റേ ദിവസം ഓടി ക്ഷമിച്ച 3-ാം ദിവസം ഓള് ഓളെ ചെരുപ്പ് ഉള്ളിലിട്ട് ബതിലടക്കും. മനസ്സിലായില്ല? എന്തുകൊണ്ട്? ഓളോട് വർത്താനം പറഞ്ഞെന്നാൽ എൻ്റെ പണി മുടങ്ങും. വർത്താനം പറഞ്ഞൊക്കെ നല്ല മാസ്യം വർത്താനമൊക്കെ തന്നെ. പക്ഷെ അത് കേൾക്കുമ്പോൾ രസമാണെങ്കിലും നമ്മളെ പണി മുടങ്ങും. പിന്നെ പുതിയ ആപ്പിൾ വരുമ്പോൾ ഇത്തിരി ചോറായില്ല, കഞ്ഞിയായില്ല, അതായില്ല, ഇതായില്ല, അരക്കില്ല, കുളിച്ചില്ല, പ്രശ്നമായി. ഇതന്നെയല്ലേ നമ്മളെ അവസ്ഥ. നമ്മൾക്ക് പണിയുണ്ടെങ്കിൽ വർത്താനം പറയാൻ ദേഷ്യം. അത്യാവശ്യമൊക്കെ പറയും. ഫോൺ വന്നാൽ എടുക്കും. അതാണ് മറ്റേ പിന്നെ അമിൻ താത്തനെ മകള് പ്രസവിച്ചിട്ടോ അൽഹംദുലില്ലാഹ് പ്രസവിച്ചു. എന്ത് കുട്ടിയാണ്? ആ കുട്ടിയാണ്. അത് കഴിഞ്ഞു. അജ്ജ് അറിഞ്ഞില്ലേ, ഇജ്ജ് കേട്ടില്ലേ എന്ന് അറിയുമ്പോൾ തന്നെ ഫോൺ ഓഫാക്കി. പിന്നെ ഞാൻ തിരക്കിലാണ്, പിന്നെ വിളിക്കട്ടോ, ഓഫാക്കി. പിന്നെ ഇജ്ജ് കേട്ടില്ലേ അറിഞ്ഞില്ലേ എന്ന് പറയുന്നത് അമിൻ താത്താനെ മകള് പ്രസവിച്ച വേണം വെള് ഫോൺ ചെയ്യാൻ തന്നെ കാരണം കുറച്ച് ഗീബത്ത് ഇവിടെ കയ്യിലുണ്ടായതുകൊണ്ടാണ്. അല്ലാതെ അമിൻ താത്താനെ മകളും പ്രസവിച്ചൊന്നും പറയേണ്ട ഉത്തരവാദിത്വം വെക്കില്ല. മനസ്സിലായി? ഇവൾക്ക് നീ ഇവളോട് പറയണം എന്ത് കുറച്ച് ഗീബത്ത്. പിന്നെ ഇജ്ജ് കുഞ്ഞുമാളെ ഇജ്ജ് അറിഞ്ഞില്ലേ? അപ്പം എന്ത് പറഞ്ഞു? പിന്നെ ഞാൻ കുറച്ച് തിരക്കിലുണ്ട്, ഞാൻ പിന്നെ വിളിക്കട്ടോ. 2 ദിവസം അങ്ങനെ പറഞ്ഞാൽ പിന്നെ വിളിക്കൂല. പിന്നെ ഒരു ദിവസത്തിന് പറയും ഓളൊക്കെ അതിന് വലിയ തിരക്കല്ലേ, ആയിക്കോട്ടെ തിരക്കല്ലേ, പിന്നെ വിളിക്കൂല. ആണോ അല്ലേ? ഇവർക്ക് പണിയില്ലെങ്കിൽ അങ്ങനെ വർത്താനം പറയും. നമുക്ക് പണി വേണം. ഇപ്പൊ ഫാത്തിഹ ഒരു നിധിയാന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? എന്തൊരു1000 ഫാത്തിഹ ദിവസത്തിൽ അതൊരു പണിയാണോ? അന്ന് മരിച്ച എൻ്റെ റബ്ബനെ പൊരുത്തപ്പെടൂലേ? കാരണം റബ്ബിൻ്റെ നിധിയല്ലേ എന്ത് ഫാത്തിഹ. നമുക്കൊരു മനസ്സുണ്ടായ പോലെ ഒരു മുതൽ വേണം. ഒരു മുതൽ വേണം. ആ ഒരു മുതൽ വേണം. ഒരു മുതൽ നമ്മളെ കയ്യിൽ വേണം. ഇപ്പം നിങ്ങളിപ്പോൾ കുറേ കാലം ദേഷ്യന്മാരാണല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് വരണമെന്നല്ല, എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് വരാൻ കഴിയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണം. നിങ്ങൾ പേടിക്കണ്ട. തല കുത്തി മറിഞ്ഞാലും നമുക്കൊന്നും സംഭവിക്കില്ല.